يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസത്തിലെ റഹ്മത്തിന്റെ പത്തിൽ നിലകൊള്ളുന്ന നമ്മൾക്ക് അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് അവൻ റഹ്മത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിൻ്റെ മഹ്ദു ഫദ്ല് കൊണ്ട് അവൻ പുറത്തു തരട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു സുന്നത്ത് ചെയ്താൽ പോലും അതിന് ഫർളിൻ്റെ കൂലിയുണ്ടെന്ന്. അങ്ങനെയുള്ള ഈ മാസത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ 5 വഖ്തും അത് ജമാഅത്തായി തന്നെ നിർവഹിക്കണം. അതിന് പ്രത്യേക പോരിശയുണ്ടെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജമാഅത്തിന്റെ വിഷയം സുന്നത്താണ് എന്ന് കണ്ടിട്ട് അതത്ര ഗൗരവമായ കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കിയതിൻ്റെ പേരിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജമാഅത്തിനെ ഒഴിവാക്കുന്നവരെ പറ്റിയിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി വന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജമാഅത്തിന്റെ പോരിശ മനസ്സിലാക്കി തരാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്വലാത്തുൽ ജമാഅത്തി തഫ്ളുലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി 27 ദറജ. ഒരു മനുഷ്യൻ അവൻ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അവൻ ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു വഖത്ത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകുന്നതായ ആ പ്രതിഫലം അതേ വഖത്ത് നമ്മൾ 27 തവണ നിസ്കരിച്ചാൽ എത്രയാണോ പ്രതിഫലം കിട്ടുക അത് ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾക്ക് ലഭിക്കുമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ജമാഅത്തിന്റെ പ്രതിഫലങ്ങളും അതിൻ്റെ നേട്ടങ്ങളും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്നിട്ട് പോലും ജമാഅത്തിന് വരാത്തതായ ആളുകളെ പറ്റി ഹബീബായ തങ്ങൾ പറയുന്നത് ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് ഹമംതു, ഞാൻ ഉദ്ദേശിച്ചു. ഹബീബായ തങ്ങൾ പറയുകയാണ്, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാത്തതായ ആളുകളെ പറ്റി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലഖദ് ഹമംതു അൻ ആമുറ ബിഹിതബിൻ ഫയുഹ്തബ, ഒരു കൂട്ടം വിറക് കഷ്ണങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. എന്നിട്ട് ആ വിറക് കൂട്ടങ്ങളെ കത്തിക്കാൻ, ആ വിറക് കൂട്ടങ്ങളെ കത്തിക്കപ്പെടാൻ കൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ഒരാളെ വിളിച്ചിട്ട് ഞാൻ ബാങ്ക് കൊടുക്കാൻ പറയുകയാണ്, മുഅദ്ദിനെ വിളിച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ പറയുന്നു, എന്നിട്ട് ഇമാമത്ത് കൊടുക്കാൻ കൽപ്പിക്കുന്നു, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഒരാളെ ഇമാമാക്കി നിർത്തുന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ഈ ബാങ്ക് കേട്ടിട്ട് ഇമാമത്ത് കേട്ടിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്തതായ വീട്ടുകളിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വീടുകളിലേക്ക് ഈ വിറകിന്റെ കൂട്ടങ്ങളുമായി ചെന്നിട്ട് അവരുടെ വീടുകളെ കത്തിച്ചു കളയാൻ ഞാൻ കരുതിപ്പോയി.
ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് ഇഖാമത്ത് കൊടുക്കാൻ സമയമായെന്നറിഞ്ഞ് ആ ഇഖാമത്തും കേട്ടതിന്റെ ശേഷം ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്ത ആളുകളുടെ വീട് കത്തിച്ചു കളയാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചു പോയി എന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായതും അത്രയും ഗൗരവമായതുമായ കാര്യമാണ് ജമാഅത്ത് നിസ്കാരം. പ്രത്യേകിച്ചും റമദാൻ മാസത്തില് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, സുന്നത്തിന് ഫർദിന്റെ കൂലിയ. ആ ഫർദ് നിസ്കരിച്ചാൽ അതിന്റെ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തായിട്ട് ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വീണ്ടും ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നു, അല്ലയോ നബിയേ, ഞാൻ ജമാഅത്തിന് വരാൻ ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ്, പക്ഷേ എന്റെ വീട് കുറച്ച് അകലത്തിലാണ്. അവിടെ നിന്ന് ഈ പള്ളിയിലേക്ക് നടന്നു വരാൻ പ്രയാസമുണ്ട്. ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എനിക്ക് വാഹനമില്ല നബിയേ. ഇപ്പൊ ഈ കച്ചേരിപ്പടി പള്ളിയില് ഇതിന്റെ ചുറ്റുവട്ടത്തും താമസിക്കുന്ന ആളുകളാണല്ലോ നമ്മള്. കുറച്ചങ്ങോട്ട് ദൂരത്തേക്ക് മാറിക്കഴിഞ്ഞാല് പിന്നെ അപ്പുറത്ത് പാട്ടാളം പള്ളി ഉണ്ടല്ലേ, പിന്നെ നമ്പ്യാപുരം പള്ളി. പക്ഷേ അന്നത്തെ കാലത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് തുടങ്ങി വരുന്ന സമയമാണ്. അന്ന് മദീന പള്ളി മാത്രമേ ഉള്ളൂ, അതിന്റെ ചുറ്റുവട്ടത്ത് വേറെ പള്ളികളൊന്നും ഇല്ല. അപ്പൊ ആ സമയത്ത് എത്ര ദൂരത്തുള്ള ആളുകളാണെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ എവിടെ വരണം? മദീന പള്ളിയിൽ വരണം. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ ചുറ്റുവട്ടത്തും പള്ളികളാണ്. നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് പള്ളികൾ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് മദീന പള്ളി മാത്രമുള്ള കാലത്ത് സ്വഹാബത്തിൽ പലരും വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടുകൊണ്ട് ദൂരത്ത് നിന്നാണ് ജമാഅത്തിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് പരാതി പറയുക, ഹബീബായ തങ്ങളെ, ഞാൻ കുറെ ദൂരത്താണ് താമസിക്കുന്നത്, എനിക്ക് പള്ളിയിലേക്ക് നടന്നു വരാൻ പ്രയാസമുണ്ട്. ആ പള്ളിയിലേക്ക് വരണമെങ്കിൽ ഒരു വാഹനമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നു. പക്ഷേ എൻ്റെ അടുക്കൽ ഒരു വാഹനവുമില്ല. ഞാൻ വീട്ടിൽ നിസ്കരിച്ചാൽ മതിയോ? തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ തങ്ങൾ വിചാരിച്ചു, ഒരുപാട് ദൂരത്ത് നിന്നാണ്, പ്രയാസപ്പെടുത്തരുതല്ലോ. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞു, നിനക്ക് നിസ്കാരത്തിന് ഇളവുണ്ട്, ജമാഅത്തിന് ഇളവുണ്ട്, നീ പ്രയാസപ്പെടുന്നവനാണ്. പക്ഷേ അയാൾ മടങ്ങിപ്പോകുന്നതിന്റെ മുമ്പ് തങ്ങൾ വിളിച്ചിട്ട് ഒന്നുകൂടി ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ നിന്നാൽ, നിന്റെ വീട്ടിൽ നീ നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്നുണ്ടോ? ആ ദൂരത്തിന്റെ അളവറിയാൻ വേണ്ടി തങ്ങൾ ചോദിച്ചതാ. അന്ന് മൈക്ക് സിസ്റ്റം ഇല്ല. മൈക്കില്ലാതെ തന്നെ പള്ളിയുടെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോ ആ ബാങ്ക് നിന്റെ വീട്ടിലിരുന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി പറയുന്നു, അതേ നബിയേ, എന്റെ വീട്ടിലിരുന്നാൽ എനിക്ക് മദീന പള്ളിയിലെ ബാങ്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ നിനക്ക് ഇളവില്ല കേട്ടോ. എന്തായാലും നീ ജമാഅത്തിന് വന്നേ പറ്റൂ. ഓർത്തു നോക്ക്, ഇന്നത്തെ കാലമല്ല, വാഹനമില്ലാതെ നടന്നിട്ട് വേണം പള്ളിയിലേക്ക് വരാന്. ആദ്യം നബി തങ്ങൾ ഒരു ഓഫർ കൊടുക്കാന്ന് കരുതി. പക്ഷേ ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ, എന്നാൽ നിർബന്ധമായിട്ടും അവൻ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ ജമാഅത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തുകള് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു തവണ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജമാഅത്തിന് പള്ളിയിലേക്ക് വരണ്ട, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴാ? ശക്തമായ മഴയും ശക്തമായ തണുപ്പും ഉള്ളതായ ഒരു രാത്രി, വല്ലാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നതുപോലെ റെയിൻകോട്ടോ അല്ലെങ്കിൽ കൊടയോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. മാത്രവുമല്ല, വഴിയിലൊക്കെ വെള്ളം തിങ്ങി നിറഞ്ഞിട്ട് അതിലൂടെ നടന്നു വരാനുള്ള പ്രയാസവും ഉണ്ടാകും. ആ സമയത്ത് ഹബീബായ തങ്ങള് ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനോട് പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് അലാ സ്വല്ലൂ ഫീ റിഹാലിക്കും,
നിങ്ങൾ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് നിസ്കരിച്ചോ, നിങ്ങൾ വീട്ടിൽ തന്നെ നിന്ന് നിസ്കരിച്ചോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ നിസ്കരിക്കാൻ ജമാഅത്തിന് വരാൻ വേണ്ടി ആളുകളെ ബുദ്ധിമുട്ടാക്കുകയല്ല തങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ ജമാഅത്തിന്റെ പോരിശ, അതിന്റെ പ്രതിഫലം സ്വഹാബത്തിന് കിട്ടണം, എന്റെ സ്വഹാബത്തിന് അതിന്റെ ശ്രേഷ്ഠത കിട്ടണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അവരെ പ്രയാസപ്പെടുത്താനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നില്ലല്ലോ. പക്ഷേ ഇന്ന് മഴയുണ്ടെങ്കിലും നമുക്ക് ജമാഅത്ത് മുടക്കാനുള്ള കാരണമില്ല. കാരണം മഴയത്ത് പോകാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. കൊടയുണ്ട്, റെയിൻ കോട്ടുണ്ട്, വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ അല്പം മഴ കൊണ്ടാലും പള്ളിയിലേക്ക് എത്താൻ പറ്റുന്ന ദൂരവുമേ ഉള്ളൂ. അതുകൊണ്ട് ജമാഅത്ത് മുടക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ മുഅ്മിനീങ്ങളെ നമുക്ക് യാതൊരു വിധമായ കാരണങ്ങളുമില്ല. അതുകൊണ്ട് ജമാഅത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ജമാഅത്തിന് പോരിശകളൊക്കെ പറഞ്ഞിട്ട് തങ്ങളുടെ ജമാഅത്ത് മുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. ഹബീബായ തങ്ങളുടെ ജമാഅത്തിന് പോകാത്ത സംഭവമുണ്ട്. പക്ഷേ അതെപ്പോഴാണെന്നറിയോ? നമുക്ക് നിസാരമായ ഒരു തലവേദന ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വയറുവേദന ഉണ്ടായി, അല്ലെങ്കിൽ ചെറിയൊരു പനി, ജലദോഷം, അങ്ങനൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യൂല? പള്ളിയിൽ പോകൂല അല്ലേ? ചെറിയൊരു തലവേദന വന്നാ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാ, ഇന്നിപ്പോ ഒരു തലവേദന ഉണ്ട്, ആ സാരില്ല, പടച്ചോൻ പുറത്തു തരും എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യൂല? പള്ളിയിൽ പോകൂല, വീട്ടിൽ നിന്ന് നിസ്കരിക്കും. ചിലപ്പോ വീട്ടിൽ നിന്ന് നിസ്കരിക്കൂല. വയ്യ എന്ന കാരണത്തിന്റെ പേരിൽ, രോഗം എന്നൊരു കാരണമായിട്ട് നിസ്കാരം മുടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കണമെങ്കിൽ, അത് രോഗം കാരണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ അതിന്റെ പരിധി എത്രയാണെന്നറിയോ? ഹബീബായ തങ്ങളെ പറ്റിയിട്ട് സ്വഹാബത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ ബീവിയെ, ഹബീബായ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് രോഗം വന്നിട്ടാണല്ലോ വഫാത്താകുന്നത്. ആ രോഗത്തിന്റെ സമയത്തുണ്ടായ അവസ്ഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ആയിഷ ബീവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം സ്വഹാബത്ത് ഓരോ കാര്യങ്ങളും പഠിക്കാൻ ആയിഷ ബീവിന്റെ അടുക്കൽ വരുമായിരുന്നു. അങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ശക്തമായ സമയത്ത് തങ്ങൾ അതാ വല്ലാത്ത ക്ഷീണിതനാണ്. വല്ലാത്ത ക്ഷീണിതനെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. ചിന്തിക്കണം, തങ്ങൾക്ക് എഴുന്നേറ്റ് നേരെ ഒറ്റക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. അത്രയും ക്ഷീണത്തിലും അത്രയും വേദനയിലുമാണ് തങ്ങളുള്ളത്. ആ സമയത്ത് പോലും തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട്, ഏച്ചുപിടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ആയിഷ ബീവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞോ? ആയിഷ, പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ആളുകൾ നിസ്കരിച്ചോ? സാധാരണഗതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം നിന്നിട്ടാ ജനങ്ങൾ നിസ്കരിക്കുക. തങ്ങൾ ഏത് സമയത്താണോ പള്ളിയിലേക്ക് വരുന്നത് ആ സമയത്താണ് ഇഖാമത്ത് കൊടുക്കുക. അപ്പോഴാണ് എല്ലാവരും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. പക്ഷേ ഈ രോഗത്തിന്റെ മൂർച്ഛാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് പോലും തങ്ങൾ എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോഴും തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞോ? ഇല്ല നബിയേ. തങ്ങളെ കാത്തുകൊണ്ട് സ്വഹാബത്ത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. തങ്ങൾ ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തു നിൽക്കുകയാണ്. ഇതുവരെ ജമാഅത്തിന് മുടങ്ങിയിട്ടില്ലല്ലോ. തങ്ങൾ ചെന്നിട്ടല്ലാതെ അവിടെ നിസ്കാരം തുടങ്ങിയിട്ടില്ല. തങ്ങൾ വരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവിടെ നിസ്കാരം നടക്കുക. അതുകൊണ്ട് തങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സ്വഹാബത്ത് എന്ന് ആയിഷ ബീവി പറയുമ്പോ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവാ, ഒരു പാത്രത്തിൽ എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ക്ഷീണിതനാണല്ലോ, രോഗബാധിതനാണല്ലോ, ആ ക്ഷീണം മാറാൻ വേണ്ടി ഒന്ന് കുളിക്കുകയാണ് നബി തങ്ങള്. അങ്ങനെ കുളിച്ചിട്ട് വുളു എടുത്ത് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതാ നബി തങ്ങള് വീണു പോവുകയാണ്. അത്ര
അത്രക്കും ക്ഷീണമാ. ചെറിയ തലവേദനയുടെ കാരണം കൊണ്ട് ജമാഅത്ത് മുടക്കുന്ന മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. തങ്ങൾ ക്ഷീണം മാറാൻ വേണ്ടി കുളിച്ചിട്ട് വുളു എടുത്ത് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോ തങ്ങൾ ഇരുന്ന് പോവുകയാ, വീണ് പോവുകയാ. അത്രക്കും ക്ഷീണമാണ്. കുറച്ചു കഴിഞ്ഞപ്പോ നബി തങ്ങൾ വീണ്ടും കണ്ണു തുറന്നു. ആയിഷ ബീവിയോട് ചോദിച്ചു, നിസ്കരിച്ചോ? ആളുകൾ നിസ്കരിച്ചോ? നബി തങ്ങൾ ഉണരുമ്പോഴൊക്കെ അതാണ് ചിന്ത, ജമാഅത്ത് ജമാഅത്ത് എന്നുള്ളൊരു ചിന്ത മാത്രമാ. ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആളുകൾ നിസ്കരിച്ചോ? ഇല്ല നബിയെ, നിസ്കരിച്ചിട്ടില്ല. തങ്ങളെ കാത്തുകൊണ്ട് സഹാബത്ത് വെയിറ്റ് ചെയ്യുകയാ. വീണ്ടും നബി തങ്ങൾ ആവർത്തിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവരിക. ആ വെള്ളം കൊണ്ടുവന്നിട്ട് നബി തങ്ങൾ കുളിക്കുകയാണ്, വുളു എടുക്കുക. പള്ളിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും നബി തങ്ങൾ ഇരുന്നു പോവുകയാ. അത്രക്കും ശക്തമായ വേദനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് ജമാഅത്തിന് പള്ളിയിലെത്തണമെന്നുള്ളൊരു ചിന്ത മാത്രമാ. ഇത് രണ്ടാമതും ഇങ്ങനെ ആവർത്തിച്ചു. മൂന്നാമതും ഈ സംഭവം തന്നെ ആവർത്തിക്കുകയാണ്. നബി തങ്ങൾ കണ്ണു തുറന്നപ്പോ ചോദിക്കുന്നു, ആയിഷ, ഞാൻ എത്തുന്നതിന് മുമ്പ് ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടോ? ആളുകൾ എന്നെ കാണാതെ നിസ്കരിച്ചു പോയിട്ടുണ്ടോ? ആയിഷ ബീവി പറയുന്നു, ഇല്ല നബിയേ. തങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട്, തങ്ങളെ കാത്തുകൊണ്ട് സ്വഹാബത്ത് പള്ളിയിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോ നിന്ന് കുളിച്ചിരുന്ന നബി തങ്ങള്, ഈ 2 തവണയും നിന്ന് കുളിച്ചിരുന്ന നബി തങ്ങള് ഇത്തവണ നിൽക്കാൻ കഴിയാതെ ഇരുന്നിട്ട് കുളിക്കുകയാണ്. ഓർക്കണം, 2 വട്ടം കുളിച്ചു. ആ ക്ഷീണമൊന്ന് മാറി, ആ ബോധക്കേടൊന്ന് മാറിയിട്ട് തങ്ങൾക്ക് ഉന്മേഷവാനായിട്ട് പള്ളിയിലേക്ക് പോകണം. അതിനുവേണ്ടിയാ കുളിക്കുന്നത്. ആ കുളിച്ചു കഴിഞ്ഞിട്ട് നബി തങ്ങൾ വീണ്ടും ക്ഷീണിതനായി വീണു പോവുകയാണ്. മൂന്നാമത്തെ തവണ തങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ വയ്യ. എന്നിട്ടും തങ്ങൾ പറഞ്ഞു, വെള്ളം കൊണ്ടുവാ. വെള്ളം കൊണ്ടുവന്നിട്ട് തങ്ങൾ ഇരുന്നിട്ട് കുളിക്കുകയാ. ഇരുന്നു കൊണ്ട് കുളിച്ചിട്ട് വുളു എടുത്തിട്ട് പള്ളിയിലേക്ക് പോകാനൊരുങ്ങുമ്പോ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണു പോവുകയാ. സാധ്യല്ല, തങ്ങൾക്ക് സാധ്യല്ല. അവസാനം ഇങ്ങനെ 3-4 തവണ കഴിഞ്ഞതിന്റെ ശേഷം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുറു അബൂബക്കർ ഫൽയുസല്ലി ലിന്നാസ്. ഓ ആയിഷ, പള്ളിയിൽ ചെന്നിട്ട് പറയണം, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറയണം. ജനങ്ങൾക്ക് ജമാഅത്തായി ഇമാമായി നിന്ന് നിസ്കരിക്കാൻ അബൂബക്കറിനോട് പറയാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ ആയിഷ ബീവി പറയുന്ന മറുപടി എന്താണെന്നറിയുമോ? നബിയേ, അബൂബക്കറിന് സാധ്യമല്ല നബിയേ. അബൂബക്കറിന് ഇമാമത്ത് നിൽക്കാൻ കൽപ്പില്ല നബിയേ. അബൂബക്കറിന് ഇമാമത്ത് നിൽക്കാൻ കഴിയൂല. എന്തേ കാരണം? അബൂബക്കർ റഖീഖായ മനുഷ്യനാണ്, വളരെ ലോലഹൃദയനായ മനുഷ്യനാണ്. സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ധീരനായ, വളരെ ധൈര്യശാലിയായ, എന്തിനും പോകുന്ന സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം റഹ്മത്ത് കൊണ്ട് മൂടിയ സ്വഹാബിയത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. വല്ലാത്ത കാരുണ്യമാണ്, വല്ലാത്ത ലോല ഹൃദയനാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. ആ സിദ്ദീഖ് തങ്ങളുടെ മോളാണ് പുന്നാര നബിയുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖിനോട് കൽപ്പിക്കൂ, സിദ്ദീഖിനോട് ജമാഅത്തായിട്ട് ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കാൻ പറയുമ്പോ ആയിഷ ബീവി പറയുന്നു, സിദ്ദീഖ് തങ്ങൾക്കത് സാധ്യമല്ല നബിയേ. സിദ്ദീഖ് തങ്ങൾ വളരെ ലോല ഹൃദയനായ മനുഷ്യനാ. തങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ട് നിസ്കരിക്കാനുള്ള ഒരു കഴിവ്, അതിനുള്ള ഒരു തന്റെ ഇടം സിദ്ദീഖ് തങ്ങൾക്കില്ല. നോക്കണം നിങ്ങള്, ഈമാനിന്റെ വിഷയത്തില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ എടുത്തൊരു തട്ടിൽ വെച്ചിട്ട് സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റേ തട്ടിൽ വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ തട്ട് താണിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സിദ്ദീഖ് തങ്ങളെ പറ്റിയിട്ടാണ് ഇമാമത്ത് നിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞത്. അതെന്തേ കാരണം എന്നറിയോ?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയും പവറുള്ള ഒരാള് വേറെ ദുനിയാവിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അല്ലേ? റസൂലുള്ളാന്റെ അത്രയും കഴിവും റസൂലുള്ളാന്റെ അത്രയും ഈമാനും അറിവും ഉള്ള ഒരാളെയും അല്ലാഹു തആല പടച്ചിട്ടില്ല. അപ്പോ ആ മുത്തുനബി തങ്ങൾ സ്ഥിരമായി ജമാഅത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് വേറൊരാൾ കയറി നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഖത്തീബ് ഉസ്താദ് നിൽക്കുന്ന സ്ഥാനത്ത് ഇപ്പൊ ഞാൻ കയറി നിന്നാല് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവില്ലേ? ഉസ്താദ് നിൽക്കുന്ന അത്രയും ആ ഒരു അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് അതിൻ്റെതായ കുറവുകളും പോരായ്മകളും ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആ ഇമാമത്തിന്റെ സ്ഥാനത്ത് സിദ്ദീഖ് തങ്ങൾ കയറി നിന്നാൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഏതൊരാളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ ഭാര്യമാരെ കുറിച്ച് അവരെങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ പറയുന്നത് ചിലപ്പോൾ സത്യം തന്നെ ആയിരിക്കും. നമ്മുടെ മക്കള് തെമ്മാടികളായിട്ട് മറ്റേ എന്തെങ്കിലും കൂട്ടുകെട്ടുകളിലൊക്കെ പോയിട്ട് അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം, അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ചെയ്യുമ്പോഴും ആളുകൾ വന്നിട്ട് നമ്മുടെ മക്കളെ പറ്റി കുറ്റം പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുവോ? ഇല്ല. അതിന് നമ്മൾ മറുപടി പറയും. എന്തുകൊണ്ടാ? അവരെ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാ. നമ്മുടെ വാപ്പമാരെ പറ്റി, നമ്മുടെ ഉമ്മാനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നമ്മൾ വെറുതെ ഇരിക്കോ? നമ്മൾ മറുപടി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ സ്വന്തം ഉപ്പയാണ് സിദ്ദീഖ് തങ്ങള്. അവർക്ക് വല്ലാത്ത സ്നേഹമുള്ള തന്റെ പുന്നാര ഉപ്പയാണ്. ആ ഉപ്പാനെ പറ്റിയിട്ട് ഈ സ്വഹാബത്തിന് ആരെങ്കിലും ആക്ഷേപം പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് കയറി നിന്നാൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയാൽ, ആ നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ, തങ്ങൾ ചെയ്യുന്ന അത്രയും ആ ഒരു പവറിൽ എത്തിയിട്ടില്ല എങ്കിൽ ആളുകൾ എന്തെങ്കിലും കുറ്റം പറയുമോ? എൻ്റെ ഉപ്പാനെ പറ്റി ആളുകൾ എന്തെങ്കിലും ആക്ഷേപം പറയുമോ എന്ന് പേടിച്ചിട്ടാ ആയിഷ ബീവി നബി തങ്ങളോട് പറഞ്ഞത് സിദ്ദീഖ് തങ്ങൾക്ക് സാധ്യമല്ല. അത് ഉപ്പാന്റെയും മോളുടെയും അടക്കമുള്ളതായ പ്രത്യേക കണക്ഷനാണ്. അത് ഏത് മാതാപിതാക്കളും മക്കളും തമ്മിൽ അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഉപ്പമാരെ പറ്റി മറ്റുള്ളവർ ആക്ഷേപം പറയുന്നത് നമുക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ ആയിഷ ബീവിയും പറയുന്നു, നബിയേ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയൂ, നബിയേ ഉമർ തങ്ങൾക്ക് ചീത്ത കേട്ടോട്ടെ എന്ന് വെച്ചിട്ടല്ല, തന്റെ ഉപ്പാക്ക് ചീത്ത കേൾക്കുന്നത് സഹിക്കാൻ വയ്യാത്ത കാരണം കൊണ്ടാണ്. അങ്ങനെ സ്വഹാബത്ത് ചീത്ത പറയുമെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ തങ്ങൾ നിന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും കുറവ് വന്നാൽ അതിന്റെ പേരിലൊരു ആക്ഷേപം അതെന്റെ ഉപ്പാന്റെ പേരിൽ വരാൻ പാടില്ല എന്ന ആഗ്രഹം, നല്ല ഉദ്ദേശം കൊണ്ട് മാത്രം പറഞ്ഞതാ. പക്ഷേ ആയിഷ ബീബി പറഞ്ഞതെന്താ? നബിയെ, സിദ്ദീഖ് തങ്ങൾ വളരെ ലോലഹൃദയനായ മനുഷ്യനാണ്. തങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് മൂപ്പര് നിന്നാൽ ചിലപ്പോ തങ്ങൾ കരഞ്ഞു പോകും, സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു പോകും. അപ്പൊ പിന്നെ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ജമാഅത്തിന് ഭംഗം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പൊ വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറയ്, അബൂബക്കർ നിസ്കരിക്കും, ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കും. വീണ്ടും ആയിഷ ബീവി പറയുന്നു, നബിയേ സിദ്ദീഖ് തങ്ങൾ റഖീഖായ മനുഷ്യനാണ് നബിയേ, അവർ ഇമാമത്ത് നിന്നാൽ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നേക്കും നബിയേ. അവര് തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കഴിയുമ്പോൾ അവര് ഓർത്ത് കരഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നബിയേ. അതുകൊണ്ട് ഉമർ തങ്ങളോട് കൽപ്പിക്ക് നബിയേ. ആയിഷ ബീവി പറയുമ്പോ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖിനോട് പറയും. അപ്പൊ ആയിഷ ബീവിക്ക് മനസ്സിലായി, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞ അതിനെ തമ്മിൽ നിങ്ങൾ കേൾക്കൂല. അപ്പോ നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയായ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹാ, ഹഫ്സ ബീവിയോട് ആയിഷ ബീവി പറയുക. ഹഫ്സ ബീവി ആരാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി ഹഫ്സ ബീവിയോട് പറയാ, അല്ലയോ ഹഫ്സ, നിങ്ങളൊന്ന് ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറയ്, നിങ്ങളുടെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിനോട് പറയെന്ന് ആയിഷ ബീവി ഹഫ്സ ബീവിയോട് പോയിട്ട് പറയാ. അപ്പൊ ഹഫ്സ ബീവി പേടിച്ച് വിറച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, നബിയേ, സിദ്ദീഖ് തങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയാതെ വന്നേക്കും നബിയേ.
അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖമാകെ വിവരണമായി. 3 തവണ ആയിഷ ബീവിയോട് പറഞ്ഞിട്ട് അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ നബി തങ്ങൾ 3 വട്ടം ആയിഷ ബീവിയോട് പറഞ്ഞതാ. എന്നിട്ടിനി ആയിഷ ബീവിന്റെ റിക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ഹഫ്സ ബീവി വന്നിട്ട് വീണ്ടും പറയാണ്, സിദ്ദീഖ് തങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കുക അവിടെ. ഹഫ്സ ബീവിയും വന്നിട്ട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞെന്താ, മിണ്ടാണ്ടിരിക്കുക, നിങ്ങൾ യൂസുഫുകാരത്തികളാണ്, നിങ്ങൾ യൂസുഫുകാരത്തികളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹാ, അവരുടെ സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് അറിയുന്നതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അന്ന് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയ ആളുകള്, പെണ്ണുങ്ങളൊക്കെ വല്ലാതെ ആക്ഷേപം പറഞ്ഞു നടന്നു. സുലൈഖ ബീവി യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി വീണിട്ട് എന്ത് ചെയ്യാണ്, യൂസുഫ് നബിയെ കടന്നാക്രമിച്ചു അല്ലേ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ? ആ സംഭവത്തില് സുലൈഖ ബീവിയെ ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് സുലൈഖ ബീവി ഒരു പണി ചെയ്തു. എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിട്ട് സൽക്കാരം കൊടുത്തു. എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു. എന്തിനു വേണ്ടിയാ? സൽക്കാരത്തിന് വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങളെ വിളിച്ചത്. അപ്പൊ പെണ്ണുങ്ങളെ കരുതി എന്ത്, നമ്മളെല്ലാം കുറ്റം പറഞ്ഞു നടന്നല്ലേ, അപ്പൊ ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാകും, അപ്പൊ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സൽക്കാരത്തിന് വേണ്ടി വിളിക്കുകയാണ് എന്ന നിലക്ക് എല്ലാ പെണ്ണുങ്ങളെയും അറിയിച്ചു, ഇന്ന് സൽക്കാരം ഉണ്ടാകും, എല്ലാവരും വീട്ടിലേക്ക് വരാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ കൊട്ടാരത്തിൽ എല്ലാ പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സമയത്ത് സുലൈഖ ബീവിയുടെ പ്ലാൻ എന്താ, ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞാൻ യൂസുഫ് നബിയെ കടന്നു പിടിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഞാൻ കടന്നു പിടിക്കാനുള്ള കാരണം, എന്നെ അത്രത്തോളം ആഗ്രഹിപ്പിച്ചത് ആ യൂസുഫ് നബിയുടെ ജമാലിയത്താണ്, ആ സൗന്ദര്യമാണ്. അത് ഈ പെണ്ണുങ്ങളും കൂടി മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടാണ് സുലൈഖ ബീവി എന്ത് ചെയ്യുന്നത്, പെണ്ണുങ്ങളെ വിളിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങളെ കരുതിയത് എന്താ, നമ്മള് കുറ്റം പറഞ്ഞു നടന്നതുകൊണ്ട് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, നമ്മളെ പറച്ചിലൊന്ന് നിർത്താൻ വേണ്ടി നമുക്ക് സൽക്കാരം തരികയാണെന്ന് കരുതിയിട്ടാണ് പെണ്ണുങ്ങൾ വരുന്നത്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ആ സദസ്സില് എല്ലാവരുടെയും കയ്യിൽ ഓരോ ആപ്പിളും ഓരോ കത്തിയും കൊടുത്തു. അത് മുറിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാ. ആ സമയത്ത് നല്ല സുന്ദര രൂപത്തില് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അതിന്റെ മധ്യത്തിലൂടെ ഇങ്ങനെ നടത്തുകയാ. സംഭവങ്ങൾ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു വരുന്ന സമയത്ത് യൂസുഫ് നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പെണ്ണുങ്ങള് ആപ്പിള് മുറിക്കുന്നതിന്റെ പകരത്തിൽ അവരുടെ വിരലുകൾ മുറിക്കുകയാ. അവരറിയുന്നില്ല, ആ സൗന്ദര്യത്തിൽ ലയിച്ചിട്ട് അവര് ആപ്പിള് മുറിക്കുന്നതിന്റെ പകരത്തിൽ അവരുടെ വിരലുകൾ അവരറിയാതെ മുറിച്ചു പോവുകയാണ്. അങ്ങനെ യൂസുഫ് നബി വന്നു പോയതിന്റെ ശേഷമാണ് അവരുടെ കയ്യിൽ നിന്ന് ചോര വീണു പോകുന്നത് അവർ കാണുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി, സുലൈഖ ബീവി വെറുതെ അല്ല കയറി പിടിച്ചത് യൂസുഫ് നബിയെ. നമ്മൾ യൂസുഫ് നബി ഒന്ന് കണ്ടപ്പോ, ഒരു സെക്കൻഡ് കണ്ടപ്പോ അവര് ചിന്തിക്കുകയാണ്, ഒരു സെക്കൻഡ് നമ്മൾ കണ്ടപ്പോ നമ്മുടെ കൈകൾ പോലും നമ്മൾ അറിയാതെ മുറിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും തന്റെ കൂടെയുള്ള ഈ യൂസുഫ് നബിയെ കയറി പിടിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാ പെണ്ണുങ്ങൾക്ക് അന്ന് മനസ്സിലായി എന്ന് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കണക്കെന്താന്ന് ചോദിച്ചാൽ, സുലൈഖ ബീവി പെണ്ണുങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? ഇവർക്കിത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ, യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ. പക്ഷേ ആ പെണ്ണുങ്ങൾ കരുതിയത് എന്താണെന്നാ, നമുക്ക് സൽക്കാരം തരാൻ വേണ്ടി സുലൈഖ ബീവി വിളിച്ചതാണെന്നാ. അപ്പൊ മനസ്സിലൊന്നുണ്ടായിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്നതായ ഒരു സ്വഭാവം മനസ്സിലൊന്നാണുള്ളത്. നമ്മൾ പല ആളുകളോടും അങ്ങനെ പറയാറില്ലേ? നമുക്കിഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അയാളോട് വെറുപ്പായിരിക്കും. അപ്പൊ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് സംസാരിക്കുക. ചിലപ്പോൾ അതുകൊണ്ട് നല്ലതുണ്ടാകാം, ഹൈറുണ്ടാകും, ചിലപ്പോൾ അതുകൊണ്ട് ഷെറ് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലൊന്ന് വെച്ചിട്ട് അതല്ലാത്ത വേറൊന്ന് പുറത്ത് കാണിക്കുക. അപ്പൊ ഇത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണുങ്ങൾ കാണിച്ച സംഭവമാണ്, അവരുടെ സ്വഭാവമാണ് എന്ന് കണക്കിലെടുത്തിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അൻതുന്നല സവാഹിബ് യൂസുഫ, നിങ്ങൾ യൂസുഫുകാരത്തികളാ, നിങ്ങളുടെ മനസ്സിലുള്ളതൊന്നും പുറത്ത് പറയുന്നത് വേറൊന്നുമാണ്. ആയിഷ ബീവി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞില്ലേ, സിദ്ദീഖ് തങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയൂല, മൂപ്പര് കരഞ്ഞു പോകും. ഹഫ്സ ബീവിയും വന്നിട്ട് പറഞ്ഞില്ലേ, സിദ്ദീഖ് തങ്ങൾ ലോലഹൃദയനാണ്, മൂപ്പർക്ക് ഇമാമത്ത് നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവരുടെ മനസ്സിലുള്ള കാര്യം എന്താ, സിദ്ദീഖ് തങ്ങൾ നിന്നാൽ നിസ്കാരമൊക്കെ നടക്കുന്ന അവർക്കും അറിയാം. പക്ഷെ ആക്ഷേപം വരാൻ പാടില്ല എന്ന കാരണം കൊണ്ടാ പോയി റസൂലുള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്തു വേറൊന്ന് പറയുക എന്ന കാരണത്തിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കേ, നിങ്ങൾ
നിങ്ങൾ യൂസുഫുകാരത്തികളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. മുറു അബൂബക്കർ ഫൽയുസല്ലി ലിന്നാസ്, അബൂബക്കറിനോട് പോയി പറയ്, നിസ്കരിക്കാൻ പറയ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ച ദൂതൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പള്ളിയിൽ വന്നിട്ട് പറയുകയാണ്, സിദ്ദീഖ് തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജമാഅത്തിന് പള്ളിയിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്നു. തങ്ങൾ 4 തവണയും എഴുന്നേറ്റിട്ട് വീണു പോവുകയാണ്. തങ്ങൾ കുളിച്ചു നോക്കിയിട്ടും ക്ഷീണം മാറുന്നില്ല, രോഗത്തിന്റെ മൂർച്ഛാവസ്ഥയിലാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ജമാഅത്തിന് വരാൻ സാധ്യമല്ല. നിങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കാൻ നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടേ. പള്ളിയിൽ വന്നിട്ട് ഒരാൾ പറയുമ്പോ സിദ്ദീഖ് തങ്ങൾ ബേജാറായിട്ട് പറയുന്നു, ഞാൻ എങ്ങനെയാ റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് നിന്ന് ഇമാമായിട്ട് നിസ്കരിക്കുക? ഉമർ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറയുകയാ, അല്ലയോ ഉമറേ, നിങ്ങൾ ഇമാമത്ത് നിൽക്കുക, റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല ഉമറേ, അതുകൊണ്ട് നിങ്ങൾ ഇമാമത്ത് നിന്നാ മതി എന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ ഇടയിലുള്ള സ്നേഹവും ബഹുമാനവും നമ്മൾ ചിന്തിക്കണേ. നമ്മളോട് നേതാവാകാൻ പറഞ്ഞാല്, ഇമാമ നിൽക്കുക എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് നിർത്തല്ലേ അല്ലേ? അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമാണ്, വലിയ ഓഫറാണ്, അത്രയും പദവിയാണ് അതുകൊണ്ട് കിട്ടുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളോട് ഇതുപോലെ ഇമാമത്തിന്റെ വിഷയമല്ല, മറ്റുള്ള നേതൃസ്ഥാനത്തിൽ ഇരിക്കാനുള്ള എന്തെങ്കിലും ഓഫറുകൾ നമ്മളിലേക്ക് വന്നാൽ നമ്മൾ തട്ടിക്കളയോ? നമ്മൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവർക്ക് അത് പോകാതെ നമ്മളെ കൈവശത്താക്കാനാ നോക്കുക അല്ലേ? സ്വഹാബത്ത് അങ്ങനെയല്ല. അവർക്ക് മുത്തുനബിയോടുള്ള മഹബത്ത്, മുത്തുനബിയെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ആളുകളാ അവര്. ആ സ്ഥാനത്ത് എന്നെ നിയോഗിക്കപ്പെടാൻ ഞാൻ അർഹനല്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, എനിക്കതിന് അർഹതയില്ല. ഉമറേ, നിങ്ങളാണ് അതിന് അർഹതപ്പെട്ടത്, നിങ്ങൾ തന്നെ ഇമാമ നിന്നോ എന്ന് സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അല്ലയോ സിദ്ദീഖ് തങ്ങളെ, അന്ത അഹഖു ബിഹാ, അന്ത അഹഖു ബിഹാ, ആ ഇമാമത്തിന്റെ വിഷയം കൊണ്ട് ഏറ്റവും യോഗ്യനായത്, ഏറ്റവും അർഹമായത് തങ്ങൾ തന്നെയാ. ഉടനെ ഉമർ തങ്ങൾ കയറി ഏറ്റെടുക്കുകയല്ല ചെയ്തത്, ഞാൻ അതിന് യോഗ്യനല്ല, ഹബീബായ തങ്ങൾ സ്ഥാനം നൽകിയത് നിങ്ങൾക്കാ, അതുകൊണ്ട് നിങ്ങളാണ് അതിന് ഏറ്റവും യോഗ്യനായതെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ കൽപ്പനയാണല്ലോ, അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഓഫർ, റസൂലുള്ളാഹ് തന്ന സ്ഥാനമാണ്, റസൂലുള്ളാഹ് തന്ന പദവിയാണ്. ആ പദവി അലങ്കരിക്കാനുള്ള യോഗ്യതയില്ലെങ്കിലും തങ്ങൾക്ക് എന്നോട് അത്രത്തോളം മഹബത്തുണ്ടല്ലോ, തങ്ങൾ എന്നെയും അത്രയും പരിഗണിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പടച്ച റബ്ബിനെ ഹംദ് ചെയ്തുകൊണ്ട് ഇമാമത്ത് നിൽക്കുകയാ. അങ്ങനെ നിസ്കാരം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ക്ഷീണിതനായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 3 ദിവസം നബി തങ്ങള് പള്ളിയിലേക്ക് വന്നിട്ടില്ല. അത്രക്കും ക്ഷീണമാ. വഫാത്തിന്റെ സമയത്തുള്ള രോഗമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ പനിയല്ല. ആ രോഗത്തിന്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ളത്. അത്രക്കും രോഗത്തിന്റെ മൂർച്ഛാവസ്ഥയിൽ നിന്നിട്ട് 3 ദിവസം നബി തങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ സാധിച്ചില്ല. 4ാമത്തെ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ദിവസമുണ്ടല്ലോ, അന്ന് റസൂലുള്ളാഹിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയെന്ന ഹദീസിൽ പറയുന്നത്. അന്ന് റസൂലുള്ളാഹിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. ഇന്ന് പള്ളിയിൽ പോകാനുള്ളൊരു തോക്കത്ത്, അതിനുള്ളൊരു ആവേശം, അതിനുള്ളൊരു ആരോഗ്യം തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നി. എന്നിട്ട് നബി തങ്ങൾ എണീക്കുകയാ പള്ളിയിലേക്ക് പോകാൻ. അപ്പൊ പള്ളിയിൽ നിസ്കാരം നടക്കുകയാണ്. കാരണം 3 ദിവസം മുമ്പേ നബി തങ്ങള് ഓർഡർ ഇട്ടിട്ടുണ്ട് സിദ്ദീഖ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ 3 ദിവസവും ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിച്ച് 4ാമത്തെ ദിവസമായപ്പോ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു ആശ്വാസം കിട്ടി. അങ്ങനെ നബി തങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോ തങ്ങൾക്ക് ഒറ്റക്ക് പള്ളിയിലേക്ക് വരാൻ സാധ്യമല്ല.
അപ്പോഴും ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ തങ്ങൾ എണീറ്റ് റെഡിയായിട്ട് ഇങ്ങനെ വരാന് ആരോഗ്യം കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. രണ്ടാളുകള്, രണ്ട് സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്നിട്ട് റസൂലുള്ളാഹിന്റെ തോളത്തുകൂടെ കൈയിട്ട് അവര് വലിച്ചു പിടിച്ചു കൊണ്ടുവരിക റസൂലുള്ളാഹിനെ. നോക്കണം, ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്ന കാര്യമായി പറയുന്നത്. രണ്ടാളുകള്, നമ്മൾ നടക്കാൻ വയ്യ, നമുക്ക് എഴുന്നേക്കാൻ വയ്യ, നമ്മൾ തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുമ്പോ ഓർക്കണം മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങള് രണ്ട് സ്വഹാബിമാരുടെ സഹായത്തിനാൽ അവർ രണ്ടുപേരും തോളത്ത് കൈയിട്ടിട്ട് കൊണ്ടാണ് നബി തങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നത്. സ്വഹാബത്ത് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നു, അല്ലയോ സ്വഹാബത്തെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാനതാ വീട്ടിൽ നിന്ന് നബി തങ്ങൾ പുറത്തേക്ക് പോകുന്നത് കാണുമ്പോ, നബി തങ്ങൾ പള്ളിയിലേക്ക് നടന്ന് ചെല്ലുമ്പോ വലതുവശത്ത് അബ്ബാസ് തങ്ങളുണ്ട്, ഇടതുവശത്ത് വേറൊരു സ്വഹാബിയുമുണ്ട്. അവര് രണ്ടുപേരും വലിച്ചുകൊണ്ട് തങ്ങളെ കൊണ്ടുപോകുമ്പോ ഞാൻ തങ്ങളുടെ കാലുകളിലേക്ക് നോക്കിയപ്പോ തങ്ങളുടെ കാല് ഭൂമിയിൽ പതിക്കുന്നില്ല. തങ്ങളുടെ കാല് ഭൂമിയിൽ ശരിക്ക് പതിയുന്നില്ല. വലിച്ചു കൊണ്ടുപോവാ തങ്ങളുടെ കാല്. അങ്ങനെ കാല് ചവിട്ടി ഉറപ്പിക്കാനുള്ള ഒരു ആരോഗ്യം പോലും തങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ആയിഷ ബീവി പറയുകയാണ്, റസൂലുള്ളാഹിന്റെ കാല് വലിച്ചിഴച്ചുകൊണ്ടാ റസൂലുള്ള പോകുന്നത്. ആ സ്വഹാബത്ത് രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിന്ന് പിടിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ തങ്ങൾക്ക് നിൽക്കാൻ തന്നെ സാധിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് എല്ലാവരും കൂടിയിട്ട് ശബ്ദമുണ്ടാക്കുകയാണ്. സഹാബത്ത് ശബ്ദമുണ്ടാക്കി. റസൂലുള്ളാഹാണല്ലോ കടന്നു വരുന്നത്. എല്ലാ സമയത്തും ഇമാമത്ത് നിൽക്കുന്നതാരാ? റസൂലുള്ളാഹാ. റസൂലുള്ളാഹിക്ക് വരാൻ പറ്റാത്തോണ്ടാണല്ലോ സിദ്ദീഖ് ഞങ്ങളെ നിർത്തിയത്. ഇപ്പൊ റസൂലുള്ള കടന്നു വരുമ്പോ ഇനി റസൂലുള്ളാഹല്ലേ ഇമാമത്ത് നിൽക്കേണ്ടത്. അപ്പോ സ്വഹാബത്ത്, പിന്നിലുള്ള എല്ലാ സ്വഹാബത്തും കൂടിയിട്ട് ശബ്ദമുണ്ടാക്കിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ടു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പുറകിലേക്ക് പോകാൻ വേണ്ടി ആഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാറത്ത് കൊടുത്തു, വേണ്ട വേണ്ട സിദ്ദീഖേ, നിങ്ങൾ പിറകിലോട്ട് ഇറങ്ങണ്ട, നിങ്ങൾ തന്നെ മുന്നിൽ നിന്നാ മതി എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നെ സിദ്ദീഖിന്റെ ഇടതുവശത്ത് കൊണ്ടിരുത്തണേ, എന്നെ സിദ്ദീഖിന്റെ ഇടതുവശത്ത് കൊണ്ടിരുത്തണമെന്ന്. ജമാഅത്തിന്റെ ശ്രേഷ്ഠത പറയുമ്പോ മഅ്മൂമീങ്ങളെ നിൽക്കേണ്ട അദബ് പറയുന്ന കൂട്ടത്തില് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാമിന്റെ വലതുവശത്ത് നിൽക്കലാണ് ഏറ്റവും അഫ്ളല്. ഇമാമിന്റെ വലതുവശത്ത് നിൽക്കലാണ് ഏറ്റവും അഫ്ളല്. അപ്പൊ കടന്നു വരുന്ന ആദ്യത്തെ ആള് ഇമാമ് മഅ്മൂമ് നേരെ പുറകിൽ ആദ്യം നിന്നിട്ട് അതിന്റെ വലതുവശത്താണ് പിന്നെ അടുത്ത ആള് നിൽക്കേണ്ടത്, പിന്നെ അതിന്റെ ഇടതുവശത്ത്, അങ്ങനെ വലതും ഇടതും കൂടി തർത്തീവാക്കിയിട്ട് കൊണ്ടുപോകണം. അപ്പൊ ഏറ്റവും അഫ്ളലിയത്തുള്ളത് വലതുവശത്ത് നിൽക്കല. അപ്പൊ മഅ്മൂമാണോ എന്നാൽ അവൻ ഇമാമിന്റെ വലതുവശത്താണ് നിൽക്കേണ്ടത്. പക്ഷേ ഹബീബായ തങ്ങൾ കടന്നു വന്നപ്പോ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിക്കുകയും പിന്നിലേക്ക് ഇറങ്ങണ്ട, അവിടെ തന്നെ നിന്നോ, നിങ്ങൾ തന്നെ ഇമാമായിട്ട് നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഈ സ്വഹാബത്തിനോട് പറയുകയാണ്, തോളിൽ പിടിച്ചുകൊണ്ട് വരുന്നവരോട് പറയുകയാണ്, എന്നെ അബൂബക്കറിന്റെ ഇടതുവശത്ത് കൊണ്ടിരുത്തണേ, എന്നെ അബൂബക്കറിന്റെ ഇടതുവശത്ത് കൊണ്ടിരുത്തണം. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഹബീബായ തങ്ങള് മഅ്മൂമായിട്ടല്ല അവിടെ നിൽക്കുന്നത്, ഹബീബായ തങ്ങള് മഅ്മൂമായിട്ടല്ല. പക്ഷേ തങ്ങൾക്ക് ഇമാമ നിൽക്കാനുള്ള ഒരു ആഫിയത്ത് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഇമാമത്ത് നിൽക്കുന്ന ആള് മഅ്മൂമിങ്ങളെ എല്ലാവരെയും കേൾപ്പിക്കണ്ടേ, തക്ബീർ ചൊല്ലുന്നത് കേൾപ്പിക്കണം, ഇമാമിന്റെ അനക്കങ്ങൾ മഅ്മൂമിങ്ങൾ അറിയണം. അതിനാണല്ലോ തക്ബീർ ഉച്ചത്തിൽ ചൊല്ലുന്നത്. അല്ലാഹു അക്ബർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇമാമിന്റെ നീക്കുപോക്കുകൾ അറിയാൻ വേണ്ടിയാ ഇമാം ഉച്ചത്തിൽ പറയുന്നത്. അത് മഅ്മൂമിങ്ങൾ കേൾക്കേണ്ടതാ. പക്ഷേ അങ്ങനെ ഉച്ചത്തിൽ പറയാനുള്ള ഒരു ആഫിയത്ത് നബിതങ്ങൾക്കില്ല, അങ്ങനെ ഉച്ചത്തിൽ പറയാനുള്ള ഒരു ആരോഗ്യമില്ല. രണ്ടുപേര് താങ്ങി പിടിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. എന്നിട്ട് തങ്ങൾ എന്താ ചെയ്തതെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഇടതുവശത്ത് വന്നിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി അബൂബക്കറിന്റെ ഇമാമാവുകയാണ്.
റസൂലുള്ളാഹ് അബൂബക്കറിന്റെ ഇമാമായിട്ട് നിൽക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ജനങ്ങൾക്ക് ഇമാമായിട്ട് നിൽക്കുന്നു. ഇത് സാധിക്കോ? ഒരു മൗമൂമിങ്ങൾക്ക് രണ്ട് ഇമാമ് പറ്റുമോ? പറ്റും. എങ്ങനെയാ പറ്റാന്നറിയോ? ഇന്നത്തെ കാലത്ത് എത്ര വലിയ പള്ളിയാണെങ്കിലും ഇപ്പൊ നമ്മള് ചെമ്പിട്ട പള്ളിയിലൊക്കെ പോയി നോക്കിയാല് വലിയ വിശാലമായ പള്ളിയാണ് അല്ലേ? നമ്മുടെ പള്ളിയിൽ ഇപ്പൊ ഇവിടെ ഇമാമ് നിന്ന് മൈക്കില്ലാതെ ആണെങ്കിലും ആ ബാക്കിൽ നിൽക്കുന്ന മൗമൂമിന് കേൾക്കാൻ സാധിക്കും. പക്ഷേ വലിയ വിശാലമായ പള്ളിയാണെങ്കിൽ ഈ ഇമാമിന്റെ ശബ്ദം അങ്ങ് അവസാനം നിൽക്കുന്ന മൗമൂമിന് ചിലപ്പോൾ കേട്ടോളണമെന്നില്ല. ഏതില്ലാതെ? മൈക്കില്ലാതെ. മൈക്കുണ്ടെങ്കിൽ പിന്നെ എവിടെ മുകളിൽ നിൽക്കുന്ന മൂന്നാം നിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് മൈക്കുണ്ടെങ്കിൽ കേൾക്കാം. അന്നത്തെ കാലത്ത് മൈക്കില്ലല്ലോ. അപ്പോ മൈക്കില്ലാത്ത സമയത്ത് ഈ ഇമാമിന്റെ ശബ്ദം ആ ബാക്കിൽ നിൽക്കുന്ന മൗമൂമിങ്ങൾക്ക് കേട്ടോളണമെന്നില്ല. അപ്പോ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട്, ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഈ ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നതായ മറ്റൊരാള്, അയാള് മഅ്മൂമ് തന്നെയാണ്. അവിടെ പുറകിലിരിക്കുന്ന ഒരാള് അയാൾ ഇമാമിന്റെ ശബ്ദം കേട്ടിട്ട് അയാള് ബാക്കിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിനെ പറ്റിയിട്ടാണ് മുബല്ലിഗ് എന്ന് പറയുന്നത്. അത് ഇമാമിന്റെ രണ്ടാം പദവിയിലുള്ള ഒരാളാ. ഇമാമിനെ പോലെ തന്നെ അയാളെ പിന്തുടർന്നിട്ടായിരിക്കും ബാക്കിയുള്ളവർ നിസ്കരിക്കുന്നത്. കാരണം ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഇമാമിന്റെ ശബ്ദം കേട്ടോളണമെന്നില്ല. അപ്പൊ അവരറിയുന്നില്ല ഇമാം റുക്കൂയിലോട്ട് പോയോ, ഇമാം ഇഅ്തിദാലിലേക്ക് വന്നോ, സുജൂദിലേക്ക് പോയോ എന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അവരെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബാക്കിൽ നിൽക്കുന്ന ഒരാള്, ഇമാമിന്റെ ശബ്ദം കേൾക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? അയാൾ ഉറക്കനെ അവിടെ നിന്ന് തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ. അയാളെ പറ്റിയിട്ടാണ് മുബല്ലിഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടതുവശത്തിരുന്നു കൊണ്ട് എല്ലാവർക്കും ഇമാമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ തങ്ങൾക്ക് ഒച്ചത്തിൽ ചൊല്ലാനുള്ള ഒരു ആഫിയത്തില്ല. അപ്പോ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം അത് തൊട്ടടുത്ത് നിന്നുകൊണ്ട് ആര് കാണുന്നുണ്ട്? സിദ്ദീഖ് തങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഉറക്കനെ അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിൽക്കുന്നത്. അപ്പോ രണ്ട് ഇമാമിയങ്ങൾ നിന്ന് നിസ്കരിക്കാൻ പറ്റും. അത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. ഇന്നത്തെ കാലത്ത് പിന്നെ അതിന്റെ ആവശ്യമില്ല. കാരണം മൈക്ക് ഉണ്ടാകുമ്പോൾ എല്ലാ ആളുകളും ഈ ഇമാമിന്റെ ശബ്ദം തന്നെ കേൾക്കുന്നത് കൊണ്ട് മുബല്ലിഗിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും പ്രയാസപ്പെട്ടു പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തിന് വന്നിട്ടുണ്ടെന്നാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായി റമദാൻ മാസത്തില് കഴിവിന്റെ പരമാവധി ജോലി തിരക്കുകൾ ഉണ്ടാകും, മറ്റു കാരണങ്ങൾ ഉണ്ടാകും. പക്ഷേ ജമാഅത്ത് മുടക്കാതെ നമ്മൾ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ ജോലിയിലുള്ള ആളുകളാണെങ്കിൽ അവര് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവര് പള്ളിയിലേക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ കൂടെയുള്ള ആളോട് പറഞ്ഞാൽ മതി, നീ ഇമാമ് നിക്ക്, ഞാൻ മഅ്മൂമായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞ് രണ്ടാളുകൂടെ നിസ്കരിച്ചാലും എന്തായി? ജമാഅത്തായി. ജമാഅത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇമാമും ഒരു മഅ്മൂമുമാണ്. ഇതേ വിഷയം തന്നെ സ്ത്രീകൾക്കും ബാധകമാണ്. സ്ത്രീകൾ വീട്ടിലാണെന്നുള്ള കാരണം കൊണ്ട് ജമാഅത്ത് മുടക്കാൻ പറ്റൂല. വീട്ടിൽ വേറെയും പെണ്ണുങ്ങൾ ഉണ്ടാവൂലേ? അപ്പൊ ആ പെണ്ണുങ്ങൾ കൂടിയിട്ട് എന്ത് ചെയ്യണം? ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് നിർബന്ധമായിട്ടും ഹബീബായ തങ്ങൾ, ഞാൻ ആദ്യത്തെ ഹദീസിൽ പറഞ്ഞു, ജമാഅത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് ഇഖാമത്ത് കേട്ടിട്ട് പോലും ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകളുടെ വീട് കത്തിച്ചു കളയാൻ ഞാൻ കരുതി പോയിട്ടുണ്ടെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജമാഅത്ത് നിസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിനുള്ള പ്രതിഫലങ്ങൾ വല്ലാത്ത പ്രതിഫലങ്ങളുമാണ്. പ്രത്യേകിച്ചും ഈ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കാനും എല്ലാ ഇബാദത്തുകളും വേണ്ട വിധേന നിർവഹിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ. രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണല്ലോ. പടച്ചവനെ, ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ പത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഈ റഹ്മത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക്, യഥാർത്ഥ മുത്തഖീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കുന്ന മാസമാണ്. നീ റഹ്മത്ത് ചെയ്യുന്ന മാസമാണ്. നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന മാസമാണ്. നിന്റെ വലിയ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് ആളുകളെ നീ കയറ്റുന്ന മാസമാണ്. ആ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ.
പടച്ചവനെ നോമ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും, ഞങ്ങളുടെ തറാവീഹുകളും വിത്ർ നിസ്കാരങ്ങളും തഹജ്ജുദ് നിസ്കാരങ്ങളും, ഞങ്ങൾ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തുകളും, പടച്ചവനെ ഒരുപാട് കുറ്റങ്ങൾ അതിലൊക്കെ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാം നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അല്ലാഹുവേ, ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, പടച്ചവനെ, അവർക്കൊക്കെയും ഈ പരിശുദ്ധമായ റമദാന്, അവർക്കും ഞങ്ങൾക്കും ഈ പരിശുദ്ധമായ റമദാന് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് റമദാൻ പ്രതികൂലമാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പഠിക്കുന്ന ഇൽമുകൾ അത് പഠിച്ച് അത് ഖൽബിൽ ഉറപ്പിക്കാനും അതുകൊണ്ട് അമല് ചെയ്യാനും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തി കൊടുക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.